സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അനുഭവിച്ചിട്ടുണ്ട്. സ്വർണ്ണം കുറവെന്ന് പറഞ്ഞ് എത്ര പവൻ തന്നിട്ടാണ് കെട്ടിച്ചു വിട്ടത്? സാർ 100 പവൻ സ്വർണ്ണം തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2013. അതെ, 2013 നിക്കാഹ്. ഒരു മുസ്ലിം പെണ്ണിൻ്റെ അവസ്ഥയാണ്. നമ്മളെ ഇങ്ങനത്തെ രണ്ടാം കല്യാണത്തിൻ്റെ ഒക്കെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാനൊന്നും ആരുമില്ല. ഈ സ്വന്തം മഹൽ കേൾക്കുന്നില്ല. പിന്നെ രണ്ടാം കല്യാണം കഴിഞ്ഞാൽ അത് നടത്തിക്കൊടുത്ത മഹലായിട്ടുള്ള മാണിയമ്പലം ജുമാ മസ്ജിദാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലയിലാണ് അത് വരുന്നത്, പൂവാറ്റുപറമ്പയിൽ. അപ്പോൾ അവരും നമ്മൾ കയ്യോ. തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് ഒരു ഡോക്ടർ ആയിഷ മുഹമ്മദ് എന്നൊരു സഹോദരിക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സഹോദരിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന അലി എന്ന് പറയുന്ന യുവാവ് ഈ സഹോദരിയും ഒരു മകളെയും ഉപേക്ഷിച്ച് വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കുവാണ്. 10 ദിവസം കൊണ്ട് ആ ഭർത്താവിൻ്റെ വീട്ടിൽ സമരം ചെയ്യുവാണ്. അവിടെ കയറി പൊറുക്കാനല്ല, അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സഹോദരി അവിടെ സമരം ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. വേറൊന്നുമല്ല, ഇവർക്ക് നീതി കിട്ടുന്നത് വരെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ആളുകളിലേക്കും ഇതെത്തും. ഒരു 10 പേരിലേക്കെങ്കിലും വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ ആളുകളിലേക്കും വീഡിയോ എത്തത്തുള്ളൂ. നാളെ അടുത്തൊരു വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തത്തുള്ളൂ. അപ്പം ഈ സഹോദരി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് തരാം കുറച്ച് കാര്യങ്ങളൊക്കെ. 100 പവനും 2013 100 പവൻ ഇവിടെ നാണോ മാനോ ഉളുപ്പും ഉണ്ടെങ്കിൽ ഈ സഹോദരിയെ കല്യാണം കഴിച്ച ഉളുപ്പ ആ 100 പവനും അവരെ കയ്യിൽ നിന്ന് പല സമയങ്ങളിൽ നിന്ന് മേടിച്ച 15 ലക്ഷം രൂപയും അങ്ങനെ ഒരുപാടുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കൊടുത്തിട്ട് അന്തസ്സോടുകൂടി നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞ് ആ കുഞ്ഞിന്, നിൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന ആ കുഞ്ഞിന് ചിലവ് കൊടുക്കണ ഉളുപ്പ. എന്തായാലും ഞാൻ ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് തരാം. നിങ്ങൾ നോക്കി, ഒരു ഡോക്ടർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ വെറും ഒരു സാധാരണക്കാരായിട്ടുള്ള സഹോദരിമാരുടെ അവസ്ഥ എന്താവും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ സഹോദരി അവരുടെ വീടും വേണ്ട, പറമ്പും വേണ്ട, കെട്ടിയവൻ്റെ ആസ്തിയും വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കുഞ്ഞിൻ്റെ ചിലവ്, അവരെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള 100 പവൻ. 2013 100 പവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2026 100 പവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഞാൻ ആദ്യം ഈ സഹോദരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വെച്ച് തരാം. ഞാൻ ഈ വാർത്ത മറുനാടനിലാണ് കണ്ടത്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എൻ്റെ മേലെ താല്പര്യമില്ലായ്ക, അതേപോലെ സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അനുഭവിച്ചിട്ടുണ്ട്. സ്വർണ്ണം കുറവെന്ന് പറഞ്ഞ് എത്ര പവൻ തന്നിട്ടാണ് കെട്ടിച്ചു വിട്ടത്? സാർ 100 പവൻ സ്വർണ്ണം തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2013. അതെ, 2013 നിക്കാഹ്, 2015 റിസപ്ഷൻ. അന്ന് പ്രോപ്പർ ഫംഗ്ഷനായിട്ട് ഒരു 100 പവൻ സ്വർണ്ണം, അതുപോലെ പല തവണകളായിട്ട് കുറച്ച് കാശും ഒക്കെ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് നമ്മളെടുത്തു നിന്ന്. ഇപ്പോൾ അതൊന്നും തിരികെ തരാതെ, മകളുടെ കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാണ്ട്, നാളിതുവരെ 1 രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. മോളെ ഞാൻ സ്വന്തമാണ് വളർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ തരാതെയാണ് ഇദ്ദേഹം ഈ ബന്ധം നിലനിൽക്കെ വേറെ കല്യാണം കഴിച്ചിട്ടിപ്പം ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ആനക്കുഴിക്കര മാണിയമ്പലം എന്ന് പറഞ്ഞിട്ട് പൂവാറ്റുപറമ്പാന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെയുള്ള ഒരു മഹലാണ് അവരുടെ കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത്. ഈ കല്യാണം നടത്തുമ്പോൾ ഈ മഹല്ല് കമ്മിറ്റി, അതായത് നിങ്ങളുടെ മഹല്ല്, അതായത് ഈ പറഞ്ഞ നിങ്ങളുടെ ഭർത്താവിൻ്റെ മഹല്ലിൽ നിന്നൊരു ലെറ്റർ ഇല്ലാതെ മറ്റൊരു മഹല്ലിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ? സാർ, എനിക്ക് അതിനൊരു സാക്ഷ്യപത്രം കിട്ടിയിട്ടുണ്ട്. എൻ്റെ മഹല് അതിന് സമ്മതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ലെറ്റർ എനിക്ക് എവിഡൻസ്, എനിക്ക് പ്രൂഫായി തന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അതവിടുത്തെ ഒരു പ്രസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ജാഫർ എന്നാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യത്തിന്മേലാണ് ഇത് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിലിപ്പോൾ നഷ്ടക്കാരി ഞാനും എൻ്റെ. എന്താ അല്ലേ 100 പവൻ കൊടുത്തിട്ടും അത് തികയാതെ വന്നെന്ന്. എന്താ അല്ലേ, ഇവിടെ ഒരു 5 പവൻ പോലും കെട്ടിച്ചു വിടാൻ കയ്യിലില്ലാതെ എത്ര മാതാപിതാക്കൾ കെട്ടിച്ചു വിട്ട യുവതികൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പോഴാണ് 100 പവൻ കൊടുത്തിട്ടും ഇവനിക്കൊന്നും തികയുന്നില്ലെന്ന് പോലും. എന്നിട്ട് ഈ സഹോദരി പറയുന്ന കേട്ടല്ലോ, ഒരു ബന്ധം എങ്ങനെയാണ് ഒരു ബന്ധം നിയമപരമായിട്ട് വേർപിരിയാതെ ഒരു മഹല്ല്, അല്ലെങ്കിൽ ആ മഹല്ലിൽ ഇരിക്കുന്ന പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ കഴുത്തിന് പിടിച്ച് പുറത്ത് കളയണം. ഈ ഒരു കല്യാണം നടത്തി കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ലീഗലി നടക്കും? ഇത് ഒരിക്കലും ലീഗലല്ല. എടാ, എനിക്ക് ഈ സഹോദരിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആ അലി എന്ന് പറയുന്ന ആ ഉളുപ്പനോട് എനിക്ക് പറയാനുള്ളത്, എടാ ഉളുപ്പ, നിനക്ക് നാണോ മാനോ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് ബന്ധം നീ വേർപിരിച്ചിട്ട് നീ ആരുടെ കൂടെ പൊയ്ക്കോ?
ഒരു കുഴപ്പമില്ല. നീ ഇവിടെ വഴിയാധാരമാക്കിയേക്കുന്ന നിൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന ഒരു ഒരു കുഞ്ഞ് കൊച്ചുണ്ട്. ആ കൊച്ചും ആ കൊച്ചിൻ്റെ ഭാവിയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നീ വഴിയാധാരമാക്കുന്നത്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചിലവിനെങ്കിലും നീ പൈസ കൊടുക്കും. നിൻ്റെ അവിടെ കെട്ടി പറിച്ച് വെച്ചേക്കുന്ന അല്ലെങ്കിൽ അടച്ചിട്ടേക്കുന്ന ഗേറ്റിനകത്തുള്ള സ്വത്തുക്കളൊന്നും നീ കൊടുക്കണ്ട. അവരെ നിന്ന് മേടിച്ച പൈസയെങ്കിലും കൊടുക്കുമെങ്കിൽ കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിലേ ഓക്കെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡോക്ടർ ആയിഷ മുഹമ്മദ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇപ്പോൾ സമയം രാത്രി 1 മണിയാണ്. ഞാനിപ്പോൾ ഈ ലൈവ് എടുക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ്. അടുത്തൊരു ബെഞ്ചിൽ ഞാൻ ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഞാൻ രാവിലെ 11 മണി മുതൽ ഈ സിറ്റ് ഔട്ടിലാണ്. ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധമല്ല അത്, ഒരു കോർട്ട് ഓർഡറിൻ്റെ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ രാവിലെ തൊട്ടിട്ട് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ ആയിഷ. ഞാൻ സംസാരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ എടക്കളയൂർ വില്ലേജിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് നമ്മൾ കല്യാണ ബന്ധം നിലനിൽക്കെ വേറൊരു ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു റിലേഷനുമായിട്ട് നിന്ന് അദ്ദേഹം 2ാം കല്യാണം കഴിച്ചിട്ടുണ്ട്. എനിക്കൊരു മകളുണ്ട്. നമുക്കിടയിലുള്ള പ്രശ്നങ്ങളും നമുക്കിടയിലുള്ള ബാധ്യതകളൊന്നും തീർക്കാണ്ടാണ് ഇദ്ദേഹം ഈ കല്യാണവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ചൊല്ലി ഇതേപോലെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എനിക്ക് കയറാൻ പറ്റാത്തതിൻ്റെ ഇവർ വീട്ടിൽ കയറ്റുന്നുണ്ടായിരുന്നില്ല. അത് റിലേറ്റഡ് ആയിട്ടെല്ലാം ഞാൻ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിനകത്ത് പറഞ്ഞ് ഒരു പെറ്റീഷൻ ഇട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഓർഡർ അതിലെ എതിർകക്ഷികളായിട്ടുള്ള എൻ്റെ ഭർത്താവായിട്ടുള്ള ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഫാദർ അബ്ദുൽ ലത്തീഫ്, അദ്ദേഹത്തിൻ്റെ ഉമ്മ കുൽസും, അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉസ്മാൻ അബ്ദുൽ ലത്തീഫ്, ഇവരെയൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരു പെറ്റീഷൻ എടുക്കുകയും എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചാവക്കാട് പോലീസിൻ്റെ സഹായത്തോടെ രാവിലെ ഞാനിവിടെ വന്നപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വീട് പൂട്ടിയിട്ട് അവർ പോയി. ഞാൻ രാവിലെ തൊട്ടിട്ട് ഇവിടെ കയറാൻ പറ്റാതിരിക്കുകയാണ്. ചാവക്കാട് പോലീസ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ലിമിറ്റിൽ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കൈയൊഴിഞ്ഞു പോയി. അപ്പോൾ തൊട്ട് ഞാനിവിടെ ഉണ്ട്. ഇത്ര നേരമായിട്ടുണ്ട്. ഞാനതിനകത്ത് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം പെണ്ണിൻ്റെ അവസ്ഥയാണ്. നമ്മളെ ഇങ്ങനത്തെ 2ാം കല്യാണത്തിൻ്റെ ഒക്കെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാനൊന്നും ആരുമില്ല. ഈ സ്വന്തം മഹല് കേൾക്കുന്നില്ല. പിന്നെ 2ാം കല്യാണം കഴിഞ്ഞാൽ അത് നടത്തിക്കൊടുത്ത മഹലായിട്ടുള്ള മാണിയമ്പലം ജുമാ മസ്ജിദാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലയിലാണ് അത് വരുന്നത്, പൂവാറ്റുപറമ്പയിൽ. അപ്പോൾ അവരും നമ്മളെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി സംസാരിച്ചിരുന്നു. അവർക്കൊന്നും ചെയ്യാനില്ല എന്നതാണ്. അപ്പോൾ ഈ സിറ്റുവേഷനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പെണ്ണിന് വേണ്ടി സംസാരിക്കാനും പെണ്ണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ആരുമില്ല. പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തിൽ ബഹുഭാരിത്വം പോസിബിൾ ആണല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരു നാട്ടിലെ സാഹചര്യം വെച്ചിട്ട് എനിക്കറിയാം അതൊരു ഇസ്ലാമിക നാടാണ്. അവിടെ എങ്ങനെയാണ് ഇങ്ങനത്തെ കേസുകൾ ഡീൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കുറച്ച് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നിയമത്തിൻ്റെ പരിധികൾ ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടികളില്ലാതെ കൃത്യമായിട്ടുള്ളവർക്കൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇല്ല മഹലുകളിലൊന്നും. അപ്പോൾ ആര് വന്നിട്ടുണ്ടെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കാന്നുള്ള ഒരു രീതിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഐ എം അറ്റ് ലോസ്. എനിക്കൊരു മകളുണ്ട്. നമ്മൾ 2 പേരാണ് ഇപ്പോൾ ഇതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നത്. ഈവൻ നമ്മളെ ഈ എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലി നമ്മൾ അബാൻഡൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് രാവിലെ തൊട്ടിവിടെ ഞാൻ ഇരിക്കുന്നുണ്ട്. 1 ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ ഞാൻ പുറത്ത് തന്നെയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പം 1:15 ഇത് പബ്ലിക്കിൽ എത്തണമെന്ന് തോന്നി. ഇതൊരു നിശബ്ദമായിട്ടുള്ള ഒരു പോരാട്ടമാവട്ടെ. എനിക്കറിയില്ല ഇതല്ലാതെ ഞാൻ വേറെ എന്താ ചെയ്യാനുള്ളത്. കുറേയൊക്കെ നിയമപരമായിട്ട് പോയി ലീഗലി ഒരുപാട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. എന്തായാലും ഈ കാണിച്ചത് അങ്ങേയറ്റത്തെ അന്യായം തന്നെയാണ്. ഒരു ബന്ധം നിലനിൽക്കെ ആ ബന്ധം നിയമപരമായിട്ട് ഒഴിയാതെ വേറൊരു കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ കല്യാണം കഴിപ്പിക്കാൻ കൂട്ടുനിന്ന മഹൽ ഉൾപ്പെടെ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. എവിടെയാണ് ഇവർ റെക്കോർഡ് പരമായിട്ട് ഒരു മഹല്ല് വഴി അല്ലെങ്കിൽ ഒരു അമ്പലം വഴി അല്ലെങ്കിൽ ഒരു പള്ളി വഴി ഒരു കല്യാണം നടത്തി കൊടുക്കുമ്പോഴത്തേക്ക് അതിന് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ചുമ്മാ തോന്നുന്ന സമയത്ത് ഒരു വട്ടം കല്യാണം കഴിച്ചിട്ട് നാളെ വന്നിട്ട് ഒരാളെ കല്യാണം കഴിക്കാൻ അങ്ങനെ ചുമ്മാ നമ്മുടെ നിയമമൊന്നും അനുവദിച്ചിട്ടില്ല. നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ട് വേണം
അത് ചെയ്യാൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇവരെ വീട്ടിൻ്റെ അയൽവക്കക്കാരനാണെന്ന് തോന്നുന്നു ഒരു മൂപ്പിലാന്ന് പറഞ്ഞാൽ അങ്ങാര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അങ്ങാര് കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ഭാര്യ അയാളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെന്ന് അങ്ങാര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ആരെയിലെ കുഴപ്പമാണെന്ന് ഇങ്ങാര് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന സമയത്ത് ആ മൂപ്പിലാൻ്റെ ഒരു മറുപടി ഉണ്ട്. ശരീഅത്ത് നിയമപ്രകാരമാണ് ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ എത്ര കല്യാണം വേണമെങ്കിലും നടക്കാമെന്നാണ് ഈ കിളവൻ പറയുന്നത്. അപ്പോൾ ഈ കിളവനോട് ഞാൻ ചോദിക്കട്ടെ, ഇത് സൗദി അറേബ്യയിലല്ല, ശരീഅത്ത് നിയമപ്രകാരമാണെങ്കിൽ സൗദി അറേബ്യയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ? ഇന്ത്യയിൽ നടപ്പാക്കി കഴിഞ്ഞുണ്ടല്ലോ പിന്നെ എല്ലാത്തിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ കിണുങ്ങാമണി വിറയ്ക്കും. അപ്പം ശരീഅത്ത് നിയമപ്രകാരം ഇന്ത്യയിൽ നടക്കുന്നില്ല, അതൊന്നും നടക്കുന്നില്ല. അതൊക്കെ സൗദി അറേബ്യ നടക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടങ്ങ് തള്ളാരി മൂപ്പിലാനെ. അപ്പോൾ മൂപ്പിലായി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലിയുടെ വീട്ടുകാർ ചെയ്തതാണ് നല്ലതെന്നുള്ള രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഒരു മൂപ്പിലാൻ പറയുന്നുണ്ട്. ആ മൂപ്പിലാനെ ഞാൻ ഇവിടുന്ന് വെച്ച് തരാം. അയാളും കണക്ക് തന്നെ. അയാളാണെങ്കിൽ കാട്ടുകോഴി 2ഉം 3ഉം കെട്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് അയാൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് അങ്ങ് ശരീഅത്ത് നിയമപ്രകാരമാണ് എല്ലാം അങ്ങ് ചെയ്ത് കൂട്ടുന്നതെന്ന് അങ്ങ് പറയില്ല കേട്ടോ. എന്നാലും ഞാൻ അതും കൂടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകെ. ഇവിടെ ഇന്ത്യയുടെ നിയമം ശരിയാണ്, അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരമാണ് നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? ഞാൻ 2 കല്യാണം കഴിച്ചു. നിങ്ങളൊക്കെ എന്താ മിണ്ടാതിരിക്കുന്നേ? ആരെയും ഇപ്പൊ നമുക്ക് വേണ്ടി സംസാരിക്കാം. നിങ്ങൾക്ക് അവർ പറഞ്ഞതിലൊക്കെ സത്യം അല്ല, സത്യം പോട്ടെ, ന്യായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, നിങ്ങളിപ്പോ കേട്ടു, നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? കല്യാണമൊന്നും ഇവരറിയണതല്ല. ഇവർ ആദ്യം മുതൽക്ക് അതിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കല്യാണം നടത്തിയതോ ഇവിടെ ഫംഗ്ഷനൊക്കെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് അവളവിടെ കൊണ്ടുവച്ച് അവനെ കൈവശപ്പെടുത്തി അപ്പം ചെയ്തതാണ്. അല്ലാണ്ട് ഇവർ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. നിയമപരമായിട്ട് ഒരു കല്യാണം കഴിച്ചില്ലേ? നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുകയും ചെയ്തല്ലോ, ജീവിച്ചിട്ടുണ്ടോ? മോളില്ലേ? ഉണ്ടാവും, അതാവാൻ സമ്മതിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പാടുണ്ടോ? ഒരു കല്യാണം കഴിച്ച് 5 വർഷം കാലം അവന് കാത്തിരുന്നാൽ പോരെ? അവനൊരു മനുഷ്യനല്ലേ, വികാരം വിചാരമുള്ള മനുഷ്യനല്ലേ. അവനക്കൊരു തോന്നിയാസം ചെയ്യാൻ പറ്റുമോ? ഒരു നല്ല ഹലാലായി എല്ലാവരും ജീവിക്കാൻ അവനക്ക് പറ്റുമോ? അപ്പോൾ അതിൻ്റെ പേര് അവർക്ക് സൈകെട്ട പാവം ചെയ്തിട്ടുണ്ടാവും. നിയമപരമായിട്ട് അങ്ങ് ഡിവോഴ്സ് ചെയ്താൽ പോരെ? ഡിവോഴ്സ് ചെയ്യുക എന്തിനാ? ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരായിട്ട് ജീവിക്കാൻ അവകാശമുണ്ട്. ഉണ്ട്, അതെ. നമ്മുടെ ഈ ഇന്ത്യയുടെ നിയമത്തിൽ അത് നടക്കും. ഇവിടെ ഇന്ത്യയുടെ നിയമം ശരിയാണ്, അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരമാണ് നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ വകുപ്പുണ്ട്. 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? ഞാൻ 2 കല്യാണം കഴിച്ചു. 2 പേരും ഇവിടെ ഉണ്ട്. ഒന്ന് എൻ്റെ വീട്ടിലുണ്ട്, ഒന്ന് എൻ്റെ ഭാര്യയുടെ വീട്ടിലുണ്ട്. 2 ഒറ്റ വീട്ടിൽ നിർത്തത്തില്ലേ? ഒരു വീട്ടിൽ നിർത്തത്തില്ലേ 2? ഇതിപ്പോൾ എൻ്റെ വീടല്ലല്ലോ, ഇവിടെ ഉള്ളത് എൻ്റെ വീടല്ല, അത് ആപ്പിളുടെ വീടാണ്. എന്തുകൊണ്ടാണ് ഈ 2 കല്യാണം കഴിച്ചത്? അത് സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെ, അല്ലാണ്ട് വേറൊന്നുമില്ല. 2ലും മക്കളുണ്ടോ? 2 മക്കളുണ്ട്. അവർ കാണാറുണ്ടോ? അവരായിട്ടൊന്നും കാണലും സംസാരിക്കലൊന്നുമില്ല. ആളുടെ കൂടെ ഇപ്പോൾ ജീവിക്കുന്നത്? ഞാനും എൻ്റെ വീടും അതെല്ലാം കൂടിയിട്ട് അവർക്ക് ഉപേക്ഷിച്ച് കൊടുത്തു. കല്യാണം കഴിച്ചു കൊടുക്കോ? ആദ്യം കഴിച്ചു കൊടുത്തു. അപ്പോൾ അവരവിടെ സുഖമായിട്ട് അവർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം 2ാമത്തെ ആളുടെ വീടാ? ഇപ്പം എന്താ ജോലി? എന്താ? എനിക്ക് ജോലിയൊന്നുമില്ല. മക്കൾ ജോലിയൊക്കെ ഉണ്ട്. എൻ്റെ പേര് മൊയ്തുട്ടി. എന്തല്ലേ ഇങ്ങാരെ തലയിരിക്കുന്ന തൊപ്പി വലിച്ച് ഇറക്കി കളഞ്ഞിട്ട് കുറച്ച് ചാണകം തളിച്ച് അങ്ങാരെ തലയിടേണ്ട സമയം കഴിഞ്ഞ് പറയുന്ന കേട്ടില്ല. എന്തൊരു ഉളുപ്പില്ലാതെയാണ് പറയുന്നത്. ഞാൻ 2 കെട്ടി ഒരു ഭാര്യ കളഞ്ഞിട്ട് പോയെന്ന്, ഒരു ഭാര്യ പോയെന്ന് കയ്യിലിരിപ്പുണ്ടെന്ന്, അത് ഇങ്ങാരെ കയ്യിലിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിനെ ന്യായീകരിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. ആ സഹോദരിക്ക് പറയുന്നത്, എനിക്ക് ആ സഹോദരിയോട് ഒന്നേ പറയുള്ളൂ, നിങ്ങളവിടെ സമരം ചെയ്യുന്ന ഓക്കെയാണ്, അത് നീതിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ട്. പക്ഷേ സമരം ചെയ്ത് നേടിയെടുത്ത് ആ വീട്ടിൽ നിങ്ങൾ കയറി കിടന്ന് ഉറങ്ങില്ല. നിങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു ലേഡിയാണ്, നല്ല ജോലിയുണ്ട്. കാരണം നിങ്ങൾ നേടിയെടുത്ത ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ കയറി ജീവിക്കാൻ എത്ര കാലം ജീവിക്കാൻ പറ്റും?
പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളെ അവകാശത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ സമരം ചെയ്യണം. നമ്മളെല്ലാവരും കൂടെ കാണും. നിങ്ങൾക്ക് നീതി കിട്ടുന്നവരെ നിങ്ങളെ വിഷയം സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ 10 പേരിലേക്ക് എത്തത്തുള്ളൂ. അതുപോലെ എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പം ഈ പറഞ്ഞ പോലെ 100 പവൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ 2013 100 പവൻ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് അന്തസ്സോടുകൂടി നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞ് പോകുക. അതാണ് വേണ്ടുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ വരാം.